السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ വിവിധ മാനങ്ങൾക്ക് വളരെ പ്രസക്തിയുള്ള ഒരു കാലഘട്ടത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം ഇന്ന് ഈ യോഗത്തിൽ വിശദീകരിക്കുന്ന ഓരോ കർമ്മശാസ്ത്ര ചർച്ചകൾക്കും അതിൻ്റെതായ പ്രസക്തിയുണ്ട്. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിലൊന്നായ ഹജ്ജിന്റെ ഇഹ്റാമുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്നത്തെ വിശദീകരണത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു തലത്തിൽ പറഞ്ഞാൽ നിസ്കാരത്തിലേക്ക് കടക്കുമ്പോൾ നിയത്ത് ചെയ്യുന്നത് പോലെ ഹജ്ജിലേക്ക് കടക്കുമ്പോൾ ഇഹ്റാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിലും നോമ്പിലുമുള്ളതുപോലെ ഹജ്ജിലേക്കും ഇഹ്റാം കെട്ടിയാൽ പല കാര്യങ്ങളും നമുക്ക് നിഷിദ്ധമാകും. ഇന്നത്തെ ഈ വിശദീകരണത്തിന് ആധാരമായി എടുത്തത് ഫതുഹുൽ മൊയ്ൻ ആണെന്ന കാര്യം ആദ്യം സൂചിപ്പിക്കുന്നു. ആദ്യമായി ഇഹ്റാം കൊണ്ട് നിഷിദ്ധമാകുന്ന കാര്യങ്ങൾ നാം മനസ്സിലാക്കണം. ഇഹ്റാം കൊണ്ട് നിഷിദ്ധമാകൽ സ്ത്രീക്കും പുരുഷനും സംയോഗം നിഷിദ്ധമാകും. ചുംബനം, വികാരത്തോടെയുള്ള പെരുമാറ്റം, മുഷ്ടിമൈഥുനം എന്നിവയും നിഷിദ്ധം തന്നെയാണ്. എന്നാലും നോട്ടം, ചിന്ത തുടങ്ങിയവയിലൂടെ സ്ഖലനമുണ്ടായാൽ അത് പ്രശ്നമില്ല. നിക്കാഹ് ഹറാം ആണ്. ഇതിനായി ഫതുഹുൽ മൊയ്നിൽ പറഞ്ഞത് ഇഹ്റാം ഉള്ളവൻ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ചെയ്യരുതെന്ന മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഒരു ഹദീസാണ്. ഏറ്റവും പ്രധാനമായും ഇഹ്റാം ചെയ്യുന്നവൻ മനസ്സിലാക്കേണ്ടത് സുഗന്ധ ദ്രവ്യങ്ങൾ ഉപയോഗിക്കരുതെന്നാണ്. ദേഹത്തിലോ വസ്ത്രത്തിലോ സുഗന്ധം ഉപയോഗിക്കൽ ഇഹ്റാമിനാൽ നിഷിദ്ധമാകും. സുഗന്ധ വസ്തുക്കളായ കസ്തൂരി, അംബർ, പച്ചകർപ്പൂരം, ഉണങ്ങിയ കർപ്പൂരം, പനിനീർ പൂവ് തുടങ്ങിയ ഒരുവിധ സുഗന്ധ വസ്തുക്കളും ഉപയോഗിക്കാൻ പാടില്ല എന്നത് തന്നെയാണ്. എങ്കിലും കസ്തൂരി പോലുള്ള, കൈതപ്പൂ, മൈലാഞ്ചി പോലുള്ള സുഗന്ധം നഷ്ടപ്പെട്ട വസ്തുക്കൾ അത് നനഞ്ഞാൽ സുഗന്ധം ഉണ്ടാകുകയാണെങ്കിൽ നിഷിദ്ധവും, ഇല്ലെങ്കിൽ ഹലാലുമാണ്. കസ്തൂരി പോലുള്ള വസ്തുക്കൾ വസ്ത്രത്തിൽ കെട്ടുകയോ കീശയിലിടുകയോ ചെയ്യുന്നതും നിഷിദ്ധം തന്നെയാണ്. ഇനി തലയിലോ താടിയിലോ എണ്ണ തേക്കലും അത് സുഗന്ധമില്ലാത്ത നെയ്യോ ഒലിവെണ്ണയോ ആണെങ്കിൽ പോലും മുടി നീക്കം ചെയ്യൽ നിഷിദ്ധമാണ്. തലയിൽ നിന്നോ താടിയിൽ നിന്നോ ദേഹത്ത് നിന്നോ ഒരു മുടി പോലും നീക്കം ചെയ്യരുത്. എന്നാൽ പേൻ പെരുകിയത് മൂലമോ അല്ലെങ്കിൽ വല്ല ശക്തമായ മുറിവ് കാരണമോ മുടി നീക്കം ചെയ്യേണ്ടി വന്നാൽ മുടി നീക്കം ചെയ്യാം. ഫിദ്യ നിർബന്ധമാണ്. കൈകാലുകളിൽ നഖം അല്പം പോലും വെട്ടൽ നിഷിദ്ധമാണ്. ഇഹ്റാം തുടങ്ങിയതിനു ശേഷം നഖം വെട്ടാനേ പാടില്ല. ഇനി വല്ല സാഹചര്യത്തിലും നഖം ഇളകാൻ ആയ അവസ്ഥയാണെങ്കിൽ അത് വല്ല പ്രയാസമുണ്ടാക്കും, ചെറിയ അല്പം പ്രയാസം പോലും ഉണ്ടാക്കുകയാണെങ്കിൽ വെട്ടാം. അതിന് ഫിദ്യ നിർബന്ധമില്ല. മറയെന്ന് പറയാവുന്ന വല്ലതും ഉപയോഗിച്ച് പുരുഷൻ തലമറയ്ക്കലും ഹറാമാണ്. സ്ത്രീകൾക്ക് ഹറാമില്ല. അത് തൊപ്പി കൊണ്ടോ മറ്റു ചെറിയൊരു ശീലകഷ്ണം പോലുള്ള തുന്നിയതും അല്ലാത്തതുമായ വസ്തുക്കൾ കൊണ്ടോ ആയാലും അത് ഹറാം തന്നെയാണ്. ഇനി മറയായി ഗണിക്കാത്ത നേർത്ത നൂലോ തലപ്പാവ് തലയിണയാക്കി ഉപയോഗിക്കലോ മറക്കണമെന്ന് ഉദ്ദേശമില്ലാതെ കൈ തലയിൽ വെക്കലോ ചെയ്താൽ നിഷിദ്ധമില്ല എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇനി മറ ഉദ്ദേശിച്ചു കൊണ്ട് തന്നെ തലയിൽ കൈവച്ചുകൂടാ എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ വിഷയത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. ഇഹ്റാം കൊണ്ട് ഹറാമാകുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ തെറ്റിച്ചാലോ പാലിക്കാതെ ഇരുന്നാലോ നമുക്ക് പ്രായശ്ചിത്തം നിർബന്ധമാണ്. എന്തൊക്കെയാണ് പ്രായശ്ചിത്തമായി കണക്കാക്കുന്നത്? ഇഹ്റാം കൊണ്ട് നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് സംയോഗമല്ലാത്തത് വല്ലതും ചെയ്താൽ അതിന്റെ ഫിദ്യ ഉളുഹിയ്യത്തിന് മതിയായ ഒരു ആടിനെ അറുക്കലാണ്. ആട് എന്ന് പറയുമ്പോൾ 1 വയസ്സുള്ള നെയ്യാടോ 2 വയസ്സുള്ള കോലാടോ മതിയാകും. അല്ലെങ്കിൽ
ഭക്ഷണം ഹറമിലെ പാവങ്ങളായ 6 പേർക്ക് ധർമ്മം ചെയ്യുക. അപ്പോൾ ഒരു വ്യക്തിക്ക് അരസ്വാ വീതം ലഭിക്കും. ഇനി മൂന്നാമത്തേത് 3 ദിവസം നോമ്പ് നോക്കുക എന്നതാണ്. ഇതിൽ നിന്ന് ഏതും തിരഞ്ഞെടുക്കാം. ഇതിൽ ഏത് തിരഞ്ഞെടുക്കണമെന്നും അതുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്രത്തിലെ ഏത് തിരഞ്ഞെടുത്താലാണ് കൂലി ലഭിക്കുന്നതും എന്ന വിഷയം ജമുൽ ജവാമിയിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. വാജിബുൽ മുഖയ്യർ എന്ന പാഠത്തിൽ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അതിലും പല അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി ജമുൽ ജവാമിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഫിദ്യകൾ പലതരത്തിലുണ്ട്. മറന്നുകൊണ്ടോ നിഷിദ്ധമാണെന്ന് അറിയാതെയോ ഹറാമായ കാര്യങ്ങൾ ചെയ്താൽ അത് മുടി കളയൽ, നഖം വെട്ടൽ, വേട്ടയാടി കൊല്ലൽ പോലുള്ള നശീകരണമാണെങ്കിൽ ഫിദ്യ നിർബന്ധമാണ്. നിരോധിച്ചത് ധരിക്കൽ, സുഗന്ധം ഉപയോഗിക്കൽ പോലുള്ള ആസ്വാദനമാണെങ്കിൽ ഫിദ്യ നിർബന്ധമില്ല എന്നാണ് ഫത്ഹുൽ മൊയ്നിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരേ സമയത്തും ഒരേ സ്ഥലത്തും വെച്ച് തുടർച്ചയായി 3 മുടി നീക്കുകയോ 3 നഖം വെട്ടുകയോ ചെയ്താൽ ഒരു പൂർണ്ണ പ്രായശ്ചിത്തം തന്നെ വേണം. ഒരു മുടിയാണെങ്കിൽ 1 മുദ്ദ് ഭക്ഷണം ദാനവും, 2 ആണെങ്കിൽ 2 മുദ്ദ് മതിയാകും. മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക, മുസ്ദലിഫയിലും മിനയിലും രാപ്പാർക്കുക, കല്ലെറിയുക തുടങ്ങിയ ഹജ്ജിന്റെ നിർദ്ദേശങ്ങളുണ്ട്. അവയൊക്കെ പാലിക്കാതിരുന്നാൽ ഒരു ഉദുഹിയത്തിന് മതിയായ ആടിനെ അറുക്കണം എന്നാണ്. ബലികർമ്മം ഹറമിൽ വെച്ചാവുകയും വേണം. ഇനി സംയോഗം ചെയ്ത് ഹജ്ജോ ഉംറയോ നശിപ്പിച്ചാൽ അത് സുന്നത്തായ ഹജ്ജോ ഉംറയോ ആണെങ്കിൽ പോലും ഒരു ഒട്ടകത്തെ ബലി നൽകൽ നിർബന്ധമാണ്. ഉദുഹിയത്തിന് മതിയായ ആണൊട്ടകമോ പെണ്ണൊട്ടകമോ ആവാം. അതിന് സാധിക്കാത്ത പക്ഷം 1 മാടിനെയും അതിനും കഴിയുന്നില്ലെങ്കിൽ 7 ആടിനെയും അറുക്കണം എന്നാണ് ഫത്ഹുൽ മൊയ്നിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് മനസ്സിലാകുന്നത്. ഇതിനൊന്നും പറ്റുന്നില്ലെങ്കിൽ തന്നെ ഒട്ടകത്തിന്റെ വില കണക്കാക്കി ആ തുകക്കുള്ള ഭക്ഷണം ധർമ്മം ചെയ്യണം. അതിനും സാധിക്കാത്തവർ ഓരോ മുദ്ദ് ഭക്ഷണത്തിന് പകരം ഓരോ നോമ്പ് വീതം അനുഷ്ഠിക്കണം. സംയോഗത്തിൽ ഏർപ്പെട്ട സ്ത്രീക്ക് ഇതൊന്നും ബാധകമല്ലെങ്കിലും അവൾ കുറ്റക്കാരിയാകും എന്ന് ഫത്ഹുൽ മൊയ്നിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഹജ്ജിന്റെ ചർച്ചകൾ വളരെ വിശാലമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ഒരു ഹജ്ജ് മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിന്റെ വിശദീകരണങ്ങൾക്കിടയിൽ പല ഭിന്നാഭിപ്രായങ്ങളും ഉണ്ടാകാം. കൂടുതൽ വിശദീകരണങ്ങൾ മറ്റൊരു സമയത്താവാം എന്ന് ആശിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.